ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കമാൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റും പിണക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മറന്ന് മനസ്സിൽ നിന്ന് മുഴുവനായി കഴുകിക്കളഞ്ഞ് ആ തെറ്റുകളൊക്കെ പറഞ്ഞ് പരസ്പരം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന നമ്മൾ ഒരു നിമിഷം കഴിഞ്ഞാൽ പോലും നമ്മുടെ ജീവിതം എന്താണ്, നമ്മൾ എവിടേക്കാണ് മാറിപ്പോകുന്നത് എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടം. ഏത് കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയണ്ടായി. അപ്പോ ഈ വീഡിയോ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ് ധന്യ. അവൾ വാച്ച് ചെയ്യണ്ടായി. എന്നിട്ട് അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ ഫ്രണ്ട്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫാമിലിയോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ് ലിനേഷ് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ. എൻ്റെ ഏറ്റവും മതപ്പതിച്ച സമയത്ത് പോലും അവൻ എൻ്റെ കൂടെ നിന്ന് താങ്ങും തണലുമായിട്ട് എൻ്റെ കൂടെ നിന്നതാണ്. എൻ്റെ മരണം കഴിഞ്ഞാൽ പോലും അവൻ എൻ്റെ ഓർമ്മകളിൽ അന്നും നിലനിൽക്കും എന്നുള്ളത് വളരെ പ്രാധാന്യമായതുമാണ്, വളരെ സത്യസന്ധമായതുമാണ്. അത്രയും വേണ്ടപ്പെട്ട സമയത്ത് എന്നെ കൂട്ടിപ്പിടിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി വെച്ചാല് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, പറഞ്ഞാൽ അത് മനസ്സിലാകുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി. എനിക്ക് ആളോട് എങ്ങനെ പറഞ്ഞിട്ടും അത് ആൾ ഉൾക്കൊള്ളാനോ ഒന്നിനും ആളും തയ്യാറല്ല. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ ആ കൺഫ്യൂഷനായി. ചിലപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ വരെ എത്തി. ലാസ്റ്റ് ഞാൻ അഭയം തേടിയത് ധന്യയുടെ അടുത്തേക്കായിരുന്നു. ധന്യക്ക് ഞാൻ കോൾ ചെയ്യുന്നു. എനിക്കുണ്ടായ ഫോൾട്ടുകൾ, എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാന്നുള്ളത്, എൻ്റെ കയ്യിലുണ്ടായ എല്ലാ തെറ്റുകളും എന്തൊക്കെയാന്ന് ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സംസാരിക്കാം ലിനേഷിനോട്. അപ്പൊ ലിനേഷിനോട് അവൾ സംസാരിക്കുന്നു. ആ പ്രശ്നം സോൾവ് ആയി പോകുന്നു. ഈ കാര്യമാണ് അവൾ ആ വീഡിയോ കണ്ടപ്പോൾ എന്നെ വിളിച്ച് ഒന്ന് ഓർമ്മിച്ചപ്പോൾ ഈ വീഡിയോ ഇപ്പോഴും എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ലിനേഷ് തന്നെയാണ്. ഈ ലിനേഷിനാവട്ടെ എനിക്കാവട്ടെ അന്ന് ആ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു തെറ്റും ഒരു പിണക്കും ഉണ്ടായ ഒരു കാര്യം അതിൽ കൂടെ എനിക്ക് ഓർമ്മ പോലും ഉണ്ടായില്ല. അതിന്റെ സത്യം എന്താ? ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പരിപൂർണമായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. വെറും കഴിയലല്ല, പരിപൂർണമായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓർക്കുന്ന പോലുമില്ല അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതും ഞങ്ങൾക്ക് പരസ്പരം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു കാര്യം മൂന്നാമതൊരാളെ ഉൾപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതിനെ കുറിച്ച് പോലും ഞങ്ങൾ ഓർത്തില്ല. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് അവളോട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് വീണ്ടും ധന്യ വിളിക്കുകയുണ്ടായി. അവൾ വിളിച്ചിട്ട് പറഞ്ഞ എന്താ കാര്യം, സോറിടാ, ഞാൻ നിങ്ങളത് ഓർമ്മിപ്പിക്കുക പോലും ചെയ്തു, ഞാൻ ചെയ്ത ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നി എന്ന് അവൾ എന്നോട് പറയണ്ടായി. പക്ഷേ എന്നെ സംബന്ധിച്ച് ധന്യെ, നീ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. മറക്കാനും പൊറുക്കാനും കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയൊരു എക്സാമ്പിളിനെ എനിക്ക് നീ തുറന്ന് കാണിച്ചു തന്നു എന്നുള്ളതാണ് അതിൽ സത്യം തന്നെ. അതുകൊണ്ട് നീ തെറ്റല്ല ചെയ്തത്, വലിയൊരു ഉപകാരം തന്നെയാണ് എനിക്ക് ചെയ്തത്. കാരണം ഇത്രത്തോളം മറക്കാൻ ഒരു 2 കൊല്ലം മുമ്പത്തെ ഒരു കാര്യം പോലും എനിക്ക് അന്ന് സംസാരിക്കുമ്പോൾ ഇത് ഓർമ്മയിൽ വന്നില്ല എങ്കിൽ എത്ര പവിത്രമാണ് ഞങ്ങളുടെ സ്നേഹം, അല്ലെങ്കിൽ ഒരു തെറ്റിന് എത്രത്തോളം ഞങ്ങൾക്ക് അതിനെ ഒഴിച്ചു മാറ്റാൻ മനസ്സിൽ നിന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇതേപോലെ തന്നെയാണ് എൻ്റെ 2 കൂട്ടുകാർ തമ്മിൽ മുമ്പ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. അവരെ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അസൂയ പോലും തോന്നും. അത്രയും സുഹൃത്തുക്കൾ, മിണ്ടാതായവർ എന്ന് പറയാം. അവരെ ചെറിയ നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ വീണ്ടും പോയി. അതായത് ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, 2 ആൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ 2 പേർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് കഴിയാത്ത ഒരു കാര്യമാണെങ്കിൽ മൂന്നാമത് ഒരാളെ കൊടുന്ന് നിർത്തി അതിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ മൂന്നാമത് ഒരാൾ വരുമ്പോൾ ആ മൂന്നാമതായി വരുന്ന ആളുണ്ടല്ലോ, അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, എനിക്ക് ഇവരെ സംസാരിച്ച് ഡീലാക്കാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളായി നിൽക്കുന്ന 2 പേർക്ക് ഒരു ധാരണ ഉണ്ടാവും, ഇവൻ വന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ കഴിയുമെന്ന്. പക്ഷേ ഇതിലൊരു സത്യമുണ്ട്, എവിടെ ആര് കയറി നിന്നാലും തീരുമാനമെടുക്കേണ്ടത് ഈ 2 വ്യക്തികൾ മാത്രമാണ്. അല്ലേ? കറക്റ്റാണ്. ഇവൻ പറയുന്നത് അവൻ ഉൾക്കൊള്ളാനും അവൻ പറയുന്നത് ഇവൻ ഉൾക്കൊള്ളാനും തയ്യാറാവുന്ന ഒരു മനസ്സ് അവിടെ ഉണ്ടെങ്കിലാണ് ഇവരെ പ്രശ്നങ്ങൾ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇവിടെ എൻ്റെ ആ 2 സുഹൃത്തുക്കൾക്ക് പറ്റിയത്, അവർ പരസ്പരം പറയുന്ന കാര്യങ്ങൾ പോലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. വർഷങ്ങളോളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. എന്താണ് അവരോട് ഞാനും കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോക്കുകയുണ്ടായി. പക്ഷെ അവരും അങ്ങനെ നിൽക്കട്ടെ, കുറച്ച് കഴിയട്ടെ എന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, നമ്മൾക്ക് പൊറുക്കാനും മറക്കാനും ഒക്കെ കഴിയണം. അവിടെയാണ് ഏറ്റവും നല്ലൊരു ലൈഫ് നമുക്ക് മുമ്പോട്ട് പോകുന്നത്. കാരണം ഒരുപാട് ആൾക്കാരുടെ വെറുപ്പും ദേഷ്യവും വിദ്വേഷവും കാണിച്ച് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? മണ്ണിനടിയിലേക്ക് തന്നെയാണ്. ഈ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിമിഷം എനിക്ക് എന്താണ് സംഭവിക്കുന്നത് പോലും എനിക്ക് പോലും അറിയില്ല.
അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ക്ഷമിക്കാനും പൊറുക്കാനും ശ്രമിക്കുക. നല്ല മനസ്സിന് നിങ്ങൾ ഉടമയാകുക. നല്ല മനസ്സിൽ പൂക്കൾ വിടരട്ടെ എന്ന് ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി പറയുന്നു. താങ്ക് യു വെരി മച്ച്.